പാലക്കാട് എലവഞ്ചേരിയിൽ ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് വാഹനത്തിന് നേരെ CPM ആക്രമണം. ഡ്രൈവറെയും അനൗൺസറെയും മർദ്ദിച്ചെന്ന് പരാതി. CPM ഓഫീസിന് മുന്നിൽ പഞ്ചായത്തിലെ അഴിമതിയെക്കുറിച്ച് അനൗൺസ് ചെയ്തെന്ന് ആരോപിച്ച് മർദ്ദിക്കുകയായിരുന്നു. CPM ലോക്കൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം. അനൗൺസ്മെന്റ് തുടങ്ങി 8 മണിയാകുമ്പോൾ കരികുളം വഴി 1-ാം വാർഡിലോട്ട് കയറിയിട്ട് തിരിച്ചു വരികയായിരുന്നു. CPMന്റെ കരികുളം പാർട്ടി ഓഫീസിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് വണ്ടി തടഞ്ഞു. വണ്ടി നിർത്തണമെന്ന് അവിടുത്തെ LC സെക്രട്ടറി ശിവരാമനും വേറൊരു ഉദ്യോഗസ്ഥനായിട്ടുള്ള ഒരാളല്ല, പഞ്ചായത്തിൽ പണിയെന്തോണ്ട് ശിവദാസ് എന്നാണ് പേര്. ആളൊരു വണ്ടി തടുത്തത് അനൗൺസ്മെൻ്റ് ആളെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ആൾ പ്രകോപിതനായിട്ട് ഇതൊന്നും അതൊന്നും പറയേണ്ടാവുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് വേറെ വഴിയില്ല, ഞങ്ങളുടെ പണിയാണ് ഇത് പറഞ്ഞു. അപ്പോൾ ആൾ എന്നെ കൈ തട്ടി എൻ്റെ ചെവിടെടുത്തൊരു അടി അടിച്ചിട്ട് വണ്ടിയിൽ ഞാൻ ഇറങ്ങി. ഞങ്ങൾ രണ്ടുപേരും ചോദിക്കാൻ പോയ സമയത്ത് പുറത്തുനിന്ന് വന്നൊരു 2-3 പേര് അതിൻ്റെ പാർട്ടിക്കാർ അവരെയും മർദ്ദിച്ചു. നിങ്ങളുമായി അരുൺ ആലത്തൂറൊപ്പം ചേരുന്നുണ്ട്. അരുൺ, ഈ സത്യം വിളിച്ചു പറയരുതെന്നാണ് അല്ലേ? ഈ CPMന്റെ ഭാഗത്ത് തീർച്ചയായിട്ടും അത്തരത്തിലാണ് ഈ CPMന്റെ ഭാഗത്തു നിന്നൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. പാലക്കാട് എലവഞ്ചേരി പഞ്ചായത്തിലെ കരിങ്കുളം എന്ന പ്രദേശത്താണ് ഇന്ന് രാവിലെ ഒരു 7:30 ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത്. അതിൽ ഈ അനൗൺസ്മെൻ്റ് വാഹനം അത് പ്രചാരണവുമായി നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഓരോ വീടുകൾക്ക് മുന്നിലൂടെയും മറ്റൊക്കെ ഇങ്ങനെ പ്രചാരണം തുടരുന്നതിനിടെയാണ് ഈ വാഹനം കരിങ്കുളത്ത് CPMന്റെ ഓഫീസിന് മുന്നിലേക്ക് എത്തിയത്. ആ CPMന്റെ ഓഫീസിന് മുന്നിലേക്ക് എത്തിയ സമയത്ത് അഴിമതിയെക്കുറിച്ച് പ്രചാരണം നടത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ അനൗൺസ്മെൻറ്റ് വാഹനത്തിലുണ്ടായിരുന്ന അനൗൺസറെയും അതുപോലെ തന്നെ ഡ്രൈവറെയും മർദ്ദിക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഡ്രൈവറായ രഘുനാഥ്, അതുപോലെ തന്നെ അനൗൺസർ അനീഷ് കുമ്പളക്കോട് എന്നിവർക്കാണ് ഈ ഒരു CPMന്റെ ആക്രമണത്തിൽ പരിക്കേറ്റത്. CPM ലോക്കൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് ഈ ആക്രമണം നടന്നത്. പ്രധാനമായിട്ടും ശിവദാസൻ, പ്രമോദ് എന്നിവരാണ് മർദ്ദിച്ചത് എന്നുള്ളതാണ് ഈ പരിക്കേറ്റ ആളുകൾ പറയുന്നത്. പരിക്കേറ്റ 2 പേരും കൊല്ലങ്കോടുള്ളൊരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രധാനമായിട്ട് ഈ പ്രകോപനത്തിനിടയാക്കിയ കാരണം എന്നതായിട്ട് ഈ പരിക്കേറ്റ ആളുകൾ, മർദ്ദനമേറ്റ ആളുകൾ പറയുന്നത്, ഈ പ്രദേശത്ത് തദ്ദേശ സ്ഥാപനത്തിൽ വലിയ അഴിമതികളുണ്ട് ഈ എലവഞ്ചേരി പഞ്ചായത്തിൽ. ആ അഴിമതികളെക്കുറിച്ച് അനൗൺസ്മെൻറ്റ് വാഹനത്തിൽ അവർ അനൗൺസ് ചെയ്തുകൊണ്ടായിരുന്നു വാഹനം കടന്നുപോയത്. അത്തരത്തിൽ വാഹനം ഈ അഴിമതിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് കടന്നുപോയപ്പോൾ CPM ഓഫീസിന് മുന്നിൽ നിന്നും ഇവർ വാഹനം തടഞ്ഞു നിർത്തി ഈ അഴിമതിയെക്കുറിച്ച് പ്രചാരണം നടത്തരുത്, അത്തരത്തിൽ അനൗൺസ് ചെയ്യരുത് എന്ന് പറഞ്ഞ് ഡ്രൈവറെയും മറ്റും കവിളത്തടിച്ചും മറ്റും മർദ്ദിക്കുകയായിരുന്നു എന്നുള്ളതാണ്. പിന്നീട് അവിടെ ധാരാളം CPMന്റെയും മറ്റും പ്രവർത്തകർ സംഘടിച്ച് എത്തുകയും ഇവർക്ക് കൂടുതൽ മർദ്ദനമേൽക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്ന് ആശങ്കയുണ്ടായിരുന്നു. അതോടകം അവർ പിന്നീട് അവിടെ നിന്നും മാറി ആശുപത്രിയിലേക്ക് എത്തി ചികിത്സ തേടുകയായിരുന്നു എന്നുള്ളതാണ്. ഏതായാലും നമുക്കറിയാം, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പാലക്കാട് ഇന്നിപ്പോൾ കൊട്ടിക്കലാശമാണ്. ആ കൊട്ടിക്കലാശത്തിൽ എല്ലാ മുന്നണികളും വലിയ ആവേശത്തോടുകൂടെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഇറങ്ങുമ്പോഴാണ് പലയിടത്തും CPMന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള അസഹിഷ്ണുതയുമായിട്ട് ഇവർ രംഗത്തെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. വലിയ വിമർശനം ഈ വിഷയത്തിൽ ഉയരുന്ന സ്ഥിതിയാണുള്ളത്. പ്രത്യേകിച്ച് BJP ഈ പല പഞ്ചായത്തുകളിലാണെങ്കിലും അല്ലെങ്കിൽ കോർപ്പറേഷനുകൾ, നഗരസഭകളിലാണെങ്കിലും ഒക്കെ CPMനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി നേരിടുമെന്നുള്ളൊരു ഭയമാണ് അവരിങ്ങനെ ആക്രമണങ്ങൾ നടത്തുന്നതിലൂടെ വ്യക്തമാവുന്നത് എന്നുള്ള വിമർശനവുമായിട്ട് ഇതിനോടകം തന്നെ BJP രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. ഏതായാലും മർദ്ദനത്തിൽ പരിക്കേറ്റ 2 പേരും ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ്.